നമുക്ക് നീട്ടിക്കിട്ടുന്ന ആയുസ്സിൻ്റെ മഹത്വവും നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഓരോ നിമിഷങ്ങളുടെയും ഓരോ ദിവസങ്ങളുടെയും ഓരോ വർഷങ്ങളുടെയും വിലയും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് നമുക്ക് ഹദീസുകളിൽ സ്വഹീഹായി വന്ന ഹദീസുകളിൽ കാണാൻ പറ്റും. അന്ന റജുലൈൻ ഖദിമ അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. വകാന ഇസ്ലാമുഹുമാ ജമീഅൻ, അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഇസ്ലാമിലേക്ക് വന്നത്. മുമ്പ് ജൂതന്മാരായിരുന്ന രണ്ടാളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. വകാന അഹദുഹുമാ അശദ്ദു ഇജ്തിഹാദ മിൻ സ്വാഹിബി, അതിൽ ഒരാൾ നന്നായി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ യുദ്ധവും ജിഹാദുമൊക്കെ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഫഗസൽ മുജ്തഹിദു മിൻഹുമാ ഫസ്തുഷിദ, അങ്ങനെ ആ ജിഹാദ് നടത്തുന്ന വ്യക്തി ഷഹീദായി. അങ്ങനെ അതിനുശേഷം അദ്ദേഹം അതിൽ മരണപ്പെടുകയും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഇസ്ലാം സ്വീകരിച്ച ആള് തുമ മകസൽ ആഖർ ബഅദഹു സന, ഒരു വർഷം കൂടെ അയാൾക്ക് ജീവിക്കാൻ അവസരം കിട്ടുകയും ചെയ്തു. സുമ്മ തൂഫിയ, പിന്നെ അദ്ദേഹവും മരണപ്പെട്ടു. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ പിന്നീട് എൻ്റെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി, സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ഈ രണ്ട് വ്യക്തികളും നിൽക്കുന്നതായിക്കൊണ്ട്. വഖദ് ഖറജ ഖാരിജു മിനൽ ജന്ന, അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു, ഒരു മലക്ക് പുറത്തേക്ക് വന്നു. എന്നിട്ട് ഫഅദീന ലില്ലദി തൂഫിയ, അവസാനമായി മരണപ്പെട്ട ആൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അനുമതി നൽകുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ രക്തസാക്ഷിയായിട്ടുള്ള ആൾക്ക് രണ്ടാമതാണ് സ്വർഗത്തിലേക്ക് പോകാൻ അനുമതി നൽകുന്നത് എന്നാണ്. ഈ സംഭവം കൂടെയുള്ള സഹാബത്തിനോട് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമുണ്ടായി. കാരണം രക്തസാക്ഷിയായ ഒരാൾ വൈകിയും അല്ലാത്ത ആൾ പിന്നീട് ഒരു വർഷം കൂടെ ജീവിച്ച വ്യക്തി ആദ്യവും സ്വർഗത്തിലേക്ക് പോയതിനെക്കുറിച്ച് അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിലൂടെ സാക്ഷാത്കരിക്കാതെ അംഗീകരിക്കാതെ അതൊന്നും യാഥാർത്ഥ്യമാവില്ലല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അതിൽ അത്ഭുതപ്പെടുന്നത്? എന്തിനാണ്? അലൈസ ഖദ് മകത ഹാദാ ബഅദഹു സന, രക്തസാക്ഷിക്ക് ശേഷം ഒരു വർഷം കൂടെ അയാൾ ജീവിച്ചുവല്ലോ. അതെ, അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെന്ന് സഹാബത്ത് സമ്മതിച്ചു. വഅദ്റക റമളാൻ ഫസാമഹു, അപ്പോൾ ഒരു വർഷം കൂടെ കിട്ടുമ്പോൾ ഒരു റമളാൻ കൂടെ അയാൾക്ക് കിട്ടിയില്ലേ, ഒരു റമളാന്റെ കാലം കൂടെ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം നോമ്പ് നോൽക്കുകയും ചെയ്തു. ഖാലു, അവർ പറഞ്ഞു, ബല, അതെ യാ റസൂലല്ലാഹ്. വസല്ല കദാ വകദാ സജദ ഫിസ്സന, ഒരു വർഷം അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി സമയം കിട്ടി എന്നാണ്. മറ്റൊരു ഹദീസിൽ, മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്ന 1800ഓളം നമസ്കാരങ്ങൾ അയാൾ ഫർളായി തന്നെ നിസ്കരിച്ചിട്ടുണ്ടായിരിക്കില്ലേ എന്നാണ്. അത് ഒരു വർഷത്തെ നമസ്കാരവും ഒരു നോമ്പും അയാൾക്ക് അധികം കിട്ടി എന്നാണ്. ഖാലു ബല, അതെ റസൂലേ. അപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചുകൊണ്ട് സഹാബത്തിനോട് സംസാരിച്ചതായിട്ടാണ് ആ ഹദീസിൽ തുടർന്ന് പറയുന്നത്. സത്യത്തിൽ